പത്തനംതിട്ട ഏനാത്ത് വീടും സ്ഥലവും ഇല്ലാത്തവരുടെ പുനരധിവാസത്തിനായി ലൈഫ് പദ്ധതിയിൽ ഒരുക്കുന്ന ഫ്ളാറ്റ് നിർമ്മാണം മുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു. സർക്കാർ നൽകിയ ഉറപ്പിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന 60ഓളം കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. ഏഴംകുളം പഞ്ചായത്തിന് കീഴിലെ 95 സെന്റ് സ്ഥലം ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. ഇടതു സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ ലൈഫിന്റെ ഫ്ളാറ്റ് സമുച്ചയമാണിത്. 54 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് ഇങ്ങനെ കാടുകയറി നശിക്കുന്നത്. സെപ്റ്റംബർ 24 പത്തനംതിട്ട ഏനാത്തെ ലൈഫ് ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം. 7.5 കോടിയോളം രൂപ ചിലവിൽ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു പ്ലാൻ. അതിലൊന്നിന്റെ സ്ട്രക്ചർ മാത്രം പൂർത്തിയായി, മറ്റൊന്ന് അടിത്തറയിലൊതുങ്ങി. ഇടയ്ക്ക് നിലച്ചുപോയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് ഇതുവരെ തുടങ്ങിയിട്ടില്ല. പ്രദേശം കാട് കയറി സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറി. മാസത്തിനുള്ളിൽ പണി പൂർത്തിയാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ഇന്ന് 5.5 വർഷം പിന്നിട്ടു. പ്രതീക്ഷയർപ്പിച്ച ഗുണഭോക്താക്കൾ പലയിടങ്ങളിലായി വാടക വീടുകളിലായി ഇങ്ങനെ ചിതറിക്കിടക്കുന്നു. ഏഴംകുളം പഞ്ചായത്തിലെ ഭൂരഹിതരായ 54 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനായിരുന്നു ലൈഫ് പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത്. പഞ്ചായത്തിന് കീഴിലെ 95 സെന്റ് വരുന്ന ഭൂമി ഇതിനായി കണ്ടെത്തി. ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചുള്ള സാങ്കേതിക വിദ്യയിലായിരുന്നു നിർമ്മാണം. പ്രകൃതിയുമായിട്ട് യോജിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ 5 നില കെട്ടിടത്തിൻ്റെയൊക്കെ മുകളിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രായോഗികമല്ല. വെള്ളത്തിന് പ്രശ്നം ഉണ്ടാകാം. ഒരു ദിവസം ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ അവർക്ക് വിറക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകാം. ഇതൊക്കെ നമ്മളങ്ങ് ചൂണ്ടിക്കാണിക്കുകയും ഞങ്ങളങ്ങടെ വിയോജനം രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. പക്ഷെ അന്ന് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അതല്ല, ഇത് ഗവൺമെൻറ് പറഞ്ഞതാണ്, ഗവൺമെൻറ് പ്രപ്പോസലാണ്, ഞങ്ങൾ നടത്തി കാണിക്കും എന്നുള്ള രീതിയിലാണ് അത് മുമ്പോട്ട് പോയത്. ഏകദേശം 1 കോടി പരം രൂപയാണ് അതിന് വേണ്ടി ചെലവഴിച്ചത്. ഏകദേശം ഒരു 54 ഗുണഭോക്താക്കൾ ഇപ്പോഴും വീട് സ്ഥലം ഇല്ലാത്തവർ വീട് സ്ഥലം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അഹമ്മദാബാദിൽ നിന്നുള്ള കമ്പനിക്കായിരുന്നു കരാർ. കോവിഡ് കാലത്തിന് ശേഷം നിർമ്മാണ സാമഗ്രികളുടെ വില കൂടിയതിനാൽ കരാർ തുക പുതുക്കി നിശ്ചയിക്കണമെന്ന് കരാറുകാർ ആവശ്യമുന്നയിച്ചു. പുതിയ ഗവൺമെൻറ് വരുന്ന പക്ഷം ആവശ്യമായ ഇടപെടൽ പദ്ധതി പൂർത്തീകരണത്തിനായി നടത്തുമെന്ന് ഏഴംകുളം പഞ്ചായത്ത് മുൻ ഭരണസമിതി പ്രസിഡന്റ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത് ഏറ്റെടുത്ത ഉത്തരേന്ത്യൻ കമ്പനി അവർക്ക് ഈ തുകയ്ക്ക് ഫ്ളാറ്റ് സമുച്ചയം പൂർത്തീകരിക്കാൻ കഴിയില്ല. 54 കുടുംബങ്ങളെ താമസിപ്പിക്കാനാണ്. അപ്പോൾ തുക ഉയർത്തണം എന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിലേക്ക് ശുപാർശ കൊടുത്തിരിക്കുന്നു എന്നുള്ള നിലയിലാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിനുശേഷം ഞങ്ങൾ ചില ഇടപെടൽ നടത്തിയിരുന്നു. ഗവൺമെൻറ്റിൻ്റെ അതായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. പുതിയ ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ തീർച്ചയായും വീണ്ടും ഗവൺമെൻറ്റിലേക്ക് ഇടപെട്ട് അവിടെ ആ ഫ്ളാറ്റ് സമുച്ചയം യാഥാർത്ഥ്യമാക്കുന്നതിന് ആവശ്യമായ ഒരു ഇടപെടൽ ഞങ്ങൾ നടത്താനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശയറ്റ ഒട്ടനവധി കുടുംബങ്ങൾക്ക് പ്രതീക്ഷയാകാൻ ഈ പദ്ധതിക്ക് സാധിച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഏഴംകുളം പഞ്ചായത്തിലെ 54 കുടുംബങ്ങൾ കഴിഞ്ഞ 5.5 വർഷമായി നാളുകളെണ്ണി കാത്തിരിക്കുകയാണ്. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.